ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ അഭിഷേകത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിൻ്റെ 20ാമത്തെ ഞായറാഴ്ചയെന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ദൈവമക്കളായ നമ്മെ ദൈവീകമായ കൃപയിലേക്ക് ദൈവമായ കർത്താവ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഓരോ വായനയും ഏറെ ശ്രദ്ധയോടുകൂടി ധ്യാനിക്കപ്പെടേണ്ടതാണ്. കാരണം ഒറ്റ വായനയിൽ അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാകണമെന്നില്ല. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് സംശയാസ്പദമായി തോന്നാവുന്ന, അല്ലെങ്കിൽ ക്രിസ്തു എന്തുകൊണ്ട് ഇപ്രകാരം സംസാരിച്ചുവെന്ന് തോന്നിപ്പോകാവുന്ന ഒരു വചനഭാഗമാണ്. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള വചനഭാഗങ്ങൾ. യേശു ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ ഭൂമിയിൽ തീയിടുവാനാണ് വന്നത്. അത് ഇതിനധികം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് സ്വീകരിക്കുന്നതോളം ഞാൻ എത്രയോ ഞെരുക്കപ്പെടുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല, ഭിന്നതയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കൂ, ക്രിസ്തു സമാധാന രാജാവാണ്. അവിടുന്ന് നീതിസൂര്യനാണ്. ക്രിസ്തു ഒരിക്കലും ഭൂമിക്ക് അസ്വസ്ഥത നൽകുന്ന, അസമാധാനമുണ്ടാകുന്ന ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഉത്ഥാനത്തിൻ്റെ ഏറ്റവും മഹത്തായ സന്ദേശം പോലും സമാധാനത്തിൻ്റെ സന്ദേശമായിരുന്നു. എന്നിട്ടും എന്തേ ക്രിസ്തു പറയുന്നു, ഞാൻ ഭൂമിയിൽ സമാധാനമല്ല ഭിന്നതയാണ് നൽകുവാൻ വന്നത് എന്ന്? ഈ വചനഭാഗത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആഴം ഉൾക്കൊള്ളാൻ കഴിയൂ. ഭൂമിയിൽ ദൈവികമായ അഗ്നിയുമായി ബന്ധപ്പെട്ട് ക്രിസ്തു പരാമർശിക്കുന്ന ഭാഗമാണിത്. പഴയ നിയമപുസ്തകത്തിൽ മോസസ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത് മുൾപ്പടപ്പിലാണ്, കത്തിജ്വലിക്കുന്ന തീജ്വാലയ്ക്ക് ഒടുവിൽ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. യേശു സ്വർഗീയമായ ഒരു ജ്ഞാനസ്നാനം നമുക്ക് നൽകുന്ന കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ജലത്താലും അഗ്നിയാലും സ്നാനപ്പെടും. ഒരു നവീകരണത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണത്. ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നതും നാം ഉദ്ദേശിക്കുന്ന ഭിന്നതയോ അസ്വസ്ഥതയോ അല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളെ യേശു വിവരിക്കുന്ന ഭാഗം കൂടിയാണ്. മത്തായി സുവിശേഷത്തിൽ യേശു രക്ഷയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നിത്യതയെക്കുറിച്ചുള്ള വലിയ ദർശനം നൽകുന്നുണ്ട്. സഹനത്തിലൂടെ മാത്രമുള്ള രക്ഷയെക്കുറിച്ച് യേശു സംസാരിക്കുന്നുമുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലെ എല്ലാ സുപ്രധാനമായ സാഹചര്യങ്ങൾക്കുമിടയിൽ യേശു കാൽവരിയെക്കുറിച്ച് സംസാരിക്കുന്നു, പീഡാനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. താബോർ മലയിലെ ദിവ്യ ദർശനത്തിന് ശേഷവും യേശു സംസാരിക്കുന്നത് പീഡാനുഭവത്തെക്കുറിച്ചാണ്. മോസസും ഏലിയായും ക്രിസ്തുവിനോട് സംസാരിച്ചുവെന്ന് പറയപ്പെടുന്നതും പീഡാനുഭവത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ചാണ്. ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിതയാത്ര തുടരുമ്പോൾ നമുക്ക് അനുഭവപ്പെടേണ്ടി വരുന്ന ത്യാഗവും നൊമ്പരവുമൊക്കെ ഇന്നത്തെ സുവിശേഷത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നാം തിരിച്ചറിയേണ്ട ഏറ്റവും മഹത്തായ സത്യം എന്തെന്നോ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുക അത്ര എളുപ്പമല്ല. അത് സഹന അനുഭവമാണ്, അഗ്നിപൂരിതമായ ജീവിതമാണ്. കാരണം അതിൻ്റെ അന്ത്യം നിത്യരക്ഷയുടെ പൂർണ്ണതയാണ്, നിത്യസൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിതയാത്ര തുടരുമ്പോൾ ഈ ലോകത്ത് നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ, നൊമ്പരങ്ങൾ ഉൾക്കൊള്ളുവാനും അവയൊക്കെയും ദൈവപിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കാണാനും സാധ്യമാകുമ്പോഴാണ്. ക്രിസ്തു കാൽവരി മലയുടെ വിരിമാറിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട് രക്ഷ പ്രദാനം ചെയ്തതുപോലെ സഹനത്തിലൂടെ രക്ഷയുണ്ട് എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കും സുവിശേഷ സന്ദേശങ്ങളുടെ ആന്തരിക അർത്ഥമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട ആത്മീയതയ്ക്കായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.